വിജയ്, ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് അവരുടെ സൈദ്ധാന്തികമായി ചിന്തിക്കുന്ന ഒരു യുവനേതാവല്ല പറയാം, നമുക്ക് യുവനേതാവെന്ന് വേണമെങ്കിൽ പറയാം, എം സ്വരാജിന്റെ തോൽവി. അപ്പോൾ എം സ്വരാജിന്റെ തോൽവിയിൽ ഒരു കൊതിക്കറിവ്, ഈ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നൊക്കെ പറയുന്ന പോലെ ഒരു കൊതിക്കറിവ് ഇവര് പിന്നെ ഈ പറയുന്ന മുസ്ലിം വർഗീയ വോട്ട് ഞങ്ങൾക്ക് കിട്ടാത്തത് തങ്ങൾക്ക് കിട്ടിയില്ല. വെൽഫെയർ പാർട്ടി, ഇന്നിപ്പോ വെൽഫെയർ പാർട്ടിയുടെ ഒരു പത്രസമ്മേളനം വരുന്നെന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ അവർക്കൊപ്പം ലീഗും ഉണ്ട്. അപ്പൊ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറയുന്ന പോലെ അവർക്ക് മുസ്ലിം വോട്ട് കിട്ടാത്തത് കൊണ്ട് ആണ് ഈ തോൽവി എന്ന് പറയാതെ അല്ല, നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അവര്. പല നേതാക്കൾ, ശിവൻകുട്ടി ഉൾപ്പെടെ സ്വരാജ് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്, വർഗീയ ശക്തികളുടെ പിന്തുണ കാരണമാണ് UDF വിജയിച്ചത്. കുറച്ചാൾ മുമ്പ് ഇവർ വാങ്ങിച്ചതോ? അങ്ങനെ പറയാനായിട്ടുള്ള എന്തെങ്കിലും യോഗ്യത ഇവർക്കുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ആദ്യം വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി നമുക്ക് അറിയാം, അത് എല്ലാവർക്കും ഒരു സ്വീകാര്യമാവുന്ന ഒരു പാർട്ടി, സ്വീകാര്യമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന ഒരു പാർട്ടിയല്ല. അതായത് മതേതരമായിട്ടുള്ള ഒരു സമൂഹത്തിന് സ്വീകാര്യമാകുന്ന നിലപാടെടുക്കുന്ന ഒരു പാർട്ടിയല്ല ഇത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ചോദ്യം, അതായത് വർഗീയ ശക്തികളുടെ പിന്തുണ മൂലമാണ് ഇത് സംഭവിച്ചത് എന്നുള്ള സ്വരാജിന്റെ ഒരു ഒരു എന്താ പറയുക, ഒരു ആശ്വാസം കണ്ടെത്തൽ, സ്വയം ഒരു ആശ്വാസം കണ്ടെത്തൽ. അത് എന്താ പറയാ, നമ്മള് ശ്രീനിവാസൻ തിരക്കഥ എഴുതിയ സന്ദേശം സിനിമ, അതായത് ഇപ്പോഴും പ്രസക്തിയുള്ള CPM എപ്പോഴൊക്കെ തോൽക്കുന്നോ ആ സിനിമകളിൽ നിന്നുള്ള ട്രോളുകളാണ് ഏറ്റവും വരുന്നത്. നമ്മൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു, അല്ലെങ്കിൽ എന്താണ് നമ്മൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ എന്താ എന്ന് ചോദിക്കുന്ന ഒരു ട്രോളുണ്ട്. അതൊരു കോമൺ സഖാവിന്റെ ചോദ്യമാണ്. ചോദ്യമാണ്. കാരണം ഇവരെപ്പോഴും എന്താ മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷയിലാണ് സംസാരിക്കുന്നത്. പക്ഷെ ആദ്യമായിട്ട് മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞൊക്കെയാണ് എന്താണ് വർഗീയ ശക്തികൾ കാരണമാണ്. സൈദ്ധാന്തികമായിട്ടുള്ള യാതൊരു എക്സ്പ്ലനേഷനും ഇതിനവർക്കില്ല പറയാനായിട്ട്. അടിയൊഴുക്കും അന്തർധാരയും ഒന്നും അവർക്ക് പറയാനില്ല. ഇപ്പം അവർക്ക് പറയാനുള്ള ഇതാണ്. അപ്പം ഇതിനകത്ത് അവർ ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം ഈ മാധ്യമ പ്രവർത്തകരുമായിട്ടുള്ള ഒരു ചട്ടം കണ്ടു കാണുമല്ലോ. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, വെൽഫെയർ പാർട്ടി പോലെ വർഗീയ പാർട്ടിയുടെ പിന്തുണ നേടിയാണ് UDF വന്നത്, അവരെ മുന്നണിയിലേക്ക് വരെ എടുത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു ശിവൻകുട്ടി. അപ്പം മാധ്യമ പ്രവർത്തകൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് PDPയുടെ പിന്തുണ കിട്ടിയില്ല എന്ന് വെച്ച് ഈ തെരഞ്ഞെടുപ്പിൽ, വേറെ തെരഞ്ഞെടുപ്പില്ല, മുമ്പത്തെ തെരഞ്ഞെടുപ്പിലല്ല, ഇപ്പോ. അപ്പോൾ അദ്ദേഹം പറയുന്നതാണ്, PDPയുടെ പിന്തുണ നമ്മൾ സ്വീകരിച്ചിട്ടില്ല. അതായത് PDPയുടെ പിന്തുണ നമ്മൾ സ്വീകരിച്ചാലല്ലേ പെട്ടിയിലായി വോട്ടൊക്കെ അവർ തിരിച്ചു. അത് എന്താ പറയാ, അപ്പം അങ്ങനെ പറഞ്ഞു. അപ്പൊ അതാണ്, അപ്പൊ സ്വീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ വോട്ട് നമുക്ക് വേണ്ടാന്ന് ഇവർ പരസ്യമായിട്ട് പറയണമായിരുന്നു. അങ്ങനെ പറഞ്ഞോ? അല്ല, അതാണ് ഞാൻ ഇപ്പൊ ചോദിക്കുന്നത്. അഥവാ അവർ കുത്തിയ വോട്ട് ഇട്ടെങ്കിൽ അതൊക്കെ അവർ തിരിച്ചു കൊടുക്കണം. അത് തിരിച്ചു കൊടുക്കണം അല്ലേ? നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് അത് തിരിച്ചു കൊടുക്കണം. അത് ചെയ്തിട്ടില്ല. എന്നിട്ട് ഒരു കാര്യം കൂടെ, അവർ പീഡനം ഏറ്റുവാങ്ങുന്ന പാർട്ടിയാണ് കേട്ടോ PDP. അവർ പീഡനം വാങ്ങുന്ന. അതെ, അത് ശരിയാണ്. അപ്പം PDP എന്നിട്ട് അവര് ശിവൻകുട്ടി ന്യായീകരിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, PDP നമ്മൾ മുന്നണിയിൽ എടുത്തിട്ടില്ല എന്ന് പറയുന്നു. അപ്പം മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നു, അവരും അതിന് വെൽഫെയർ പാർട്ടി മുന്നണിയിൽ എടുത്തിട്ടില്ലല്ലോ UDF എന്ന് പറയുന്നത്. അപ്പൊ അതിന് എന്താ പറയാ, കൃത്യമായിട്ട് മറുപടി പറയാൻ പറ്റാതെ അവിടെ നിന്ന് ബബ്ബ അടിച്ച് പത്രിക അങ്ങ് പോവുകയാണ്. അപ്പൊ ഇതാണ് പൊതുവെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞ ഇതാണ്. കാരണം എന്തെങ്കിലും ഒരു ആശയം മുൻനിർത്തിയിട്ട് എന്തെങ്കിലും ഒരു സാധനം അങ്ങ് എടുത്തിട്ട് അടിക്കും, അതങ്ങ് അലക്കിയിട്ട് പിന്നെ വലിയ വിവാദമൊക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷം മറുപടിയൊന്നുമില്ല. പിന്നെ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അതാണ് അവിടെ മെഴുകുവാണെന്ന് പറയും. മെഴുകുക എന്നാണ് അതിന് പറയുന്നത്. അത് അവിടെ നമ്മൾ പണ്ട് ചാണകം മെഴുകുക എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പരിപാടിയാണ് പിന്നെ ചെയ്യുന്ന. അപ്പൊ ഇത് ഇങ്ങനെ ഒരു കാര്യം ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ സ്ഥിരമായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഉണ്ട് ഇങ്ങനെ ഒരു ആശയത്തിലൂന്നി അവരൊരു കാര്യം പറയുക, അതിനുശേഷം അതെന്തെങ്കിലും ഒരു വിവാദമായി ഇവർക്ക് തന്നെ അത് കറങ്ങി ബൂമറങ് പോലെ തിരിച്ചു വരുമ്പോൾ ഇവർ പിന്നെ ഉൾട്ടയാവും. നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇങ്ങനെയാണ്, അതിനെ ധ്രുവീകരിച്ചതാണ്, അല്ല അതിനെ എന്താ ചെയ്യുക, വളച്ചൊടിച്ചതാണ്, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു മാധ്യമങ്ങളെ തലയിൽക്കൊണ്ടു. ഇവർക്ക് മലയാളം വാക്കുകൾക്ക് പഞ്ഞമൊന്നുമില്ല. അതായത് എടുത്തടിക്കാനുള്ള ഇവർക്ക് സൈദ്ധാന്തികമായിട്ടുള്ള നേതാക്കന്മാരുണ്ട്. ഇവരുടെ ജോലി എന്ന് പറഞ്ഞാൽ പാർട്ടി എക്സ്പ്ലനേഷൻ എഴുതി കൊടുക്കുക എന്നുള്ളതാണ്. മലയാളം ഭാഷയിൽ
അവർ കൃത്യമായിട്ടുള്ള വാക്കുകൾ ഇങ്ങനെ. അത് വേറെ ഒന്നുമല്ല വിജയ്, നമ്മൾ പാർട്ടി ക്ലാസ്സുകളിലൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പഴയ ഡിവൈഎഫ്ഐക്കാരനാണ്. പാർട്ടി ക്ലാസ്സുകളിൽ പോയിട്ടുണ്ട്. അപ്പൊ പാർട്ടി ക്ലാസ്സുകളിൽ പോകുമ്പോൾ പാർട്ടി ക്ലാസ്സുകളിൽ ഇതേപോലെ നമുക്ക് കടിച്ചപ്പൊട്ടാത്ത വാക്കുകളാണ് ഇവർ പ്രയോഗിക്കുന്നത്. അയൽ രാജ്യം എന്ന് നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞെങ്കിൽ അവർ വേറൊരു വാക്കായിരിക്കും പറയുന്നത്. അപ്പൊ അങ്ങനെ പിന്നെ ബൗദ്ധിക തലം എന്നൊക്കെ പറയും, ബുദ്ധിപരമായിട്ട് സംസാരിക്കുന്ന പറഞ്ഞാൽ ബൗദ്ധിക തലം എന്ന് പറയും, ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സതുദ്ദേശം എന്ന് പറയും, വിപരീത ഉദ്ദേശം എന്ന് പറയും. ഇങ്ങനെ പക്ഷെ അത് കേട്ടോണ്ടിരിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. നമ്മൾ ഈ ക്ലാസ്സുകളിലൊക്കെ പോയിരുന്ന ഹിസ്റ്ററി ക്ലാസ് അല്ലെങ്കിൽ ഫിലോസഫി ക്ലാസ്സിലൊക്കെ പോയിരിക്കുന്നുണ്ടല്ലേ, ഫിലോസഫി എക്കണോമിക്സ് ക്ലാസ്സിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ ചില സാധനങ്ങൾ കേൾക്കാൻ നമുക്കൊരു പ്രത്യേക മൈൻഡ് ഉണ്ട്. അതുപോലെ പറഞ്ഞോളൂ, ബാക്കി നമുക്ക് പറയാം. അതിന് ഇപ്പോൾ നമുക്കത് ഇപ്പോൾ ഈ അടുത്ത കാലത്തല്ല, ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഈ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞ ഇത് എന്താണ്, ഇത് MV ഗോവിന്ദൻ രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് വർഗീയവാദികൾ കൂടി ശ്രമിച്ച വിജയമാണ്. ഇന്നലെ ചേട്ടൻ പറഞ്ഞായിരുന്ന കാര്യമാണ്. ഇപ്പൊ അവര് ചേട്ടൻ മുസ്ലിം ലീഗിന്റെ ഇവര് പറയുന്നത് മുസ്ലിം ലീഗിനെ പറ്റിയല്ല, ജമാഅത്ത് ഇസ്ലാമി മുസ്ലിം ലീഗിന്റെ ജമാഅത്തിന്റെയും വെൽഫെയറിനെയൊക്കെ ചേർത്ത് ഇവർ പറയുകയാണ്. MV ഗോവിന്ദൻ പറയാണ്, അവരെയാണ് വിജയിപ്പിച്ചതെന്നാണ് പറയുന്നത്. ചേട്ടൻ ഇന്നലെ പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ കാര്യമാണ്. ഇവർ പറയുന്നത് അവരൊന്നുമല്ല, മുസ്ലിം ലീഗോ UDF അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല, ഇതൊക്കെ വർഗീയവാദികളാണ് ഇവരെ വിജയിപ്പിച്ചത്. അല്ലെങ്കിൽ അതില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്താ പറയാ വിജയിക്കുമായിരുന്നു. എന്നിട്ട് ഇവർ ഒരു ഉളുപ്പുമില്ലാതെ ഇവർ പറയുന്നുണ്ട് അൻവർ, അതായത് അൻവർ ഇവരുടെ പാർട്ടിയിൽ നിന്ന് പോയ ഒരാളാണ്, അൻവറിന് കിട്ടിയ 25,000 വോട്ട് നമ്മുടെ വോട്ടാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഉളുപ്പുമില്ലാതെ ഇവർക്കൊക്കെ ഇങ്ങനെ പറയാൻ പറ്റും എന്നുള്ളത് നമുക്ക് സാധാരണ ഒരു മലയാളിയുടെ ബുദ്ധി വെച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ അങ്ങനെ അവരെ അതേ പറയുള്ളൂ, അവർക്ക് അത് പറയാനേ കഴിയുള്ളൂ. അപ്പം അവർക്ക് അത് പറയാനേ കഴിയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തോൽവി, ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ നമുക്ക് അയാൾ തോറ്റു എന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനാണ് ഏറ്റവും പാടെന്ന് പറയും. അപ്പോൾ വിജയ് പറഞ്ഞു വരുന്നത്, ഒരു തോൽവി ഉണ്ടായിക്കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ സാധൂകരണം പറഞ്ഞ് അവർ കൊണ്ടുപോകുന്നത് CPM നേതാക്കളുടെ ഒരു രീതിയാണ്. അതെന്തായാലും അടപടലം തേഞ്ഞിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ തന്നെ നേതാവ് കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിനിധി, അപ്പോൾ അദ്ദേഹം വന്നിട്ട് CPM-ന്റെ ഒരു നേതാവ് ഇരിക്കുമ്പോൾ തന്നെ, ഒരു സ്പോക്സ് പേഴ്സൺ ഇരിക്കുമ്പോൾ തന്നെ അവിടെ വെൽഫെയർ പാർട്ടി ഏതൊക്കെ ഘട്ടങ്ങളിൽ CPM-നെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം എണ്ണി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കോടിയേരിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോഴവിടെ CPM-ന്റെ ഇരട്ടത്താപ്പ് അവിടെ പുറത്താവുകയും അദ്ദേഹത്തിന് ആ പ്രതിനിധിക്ക് സ്പോക്സ് പേഴ്സൺ ഒന്നും പറയാൻ പറ്റാതെ ആവുന്നുണ്ട്. അപ്പോൾ എം സ്വരാജിൻ്റെ ഈ ഒരു എന്താ പറയുക, ഒരു അടുത്ത് ഈ ഒരു ചോദ്യം എത്തിയപ്പോൾ എം സ്വരാജ്, അതായത് നമ്മുടെ കാൻഡിഡേറ്റ് തന്നെ, അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അദ്ദേഹം പറയുന്നത് PDP-യുടെ പിന്തുണ, നേരത്തെ ഗോവിന്ദൻ മാഷും അല്ലെങ്കിൽ നമ്മുടെ ശിവൻകുട്ടിയൊക്കെ പറഞ്ഞതുപോലെ തന്നെ PDP-യുടെ പിന്തുണയെ അങ്ങനെയാണ് ന്യായീകരിച്ചത്. അത് നമ്മുടെ പിന്തുണ അവർ പലപ്പോഴും പല പാർട്ടികളെയും പിന്തുണച്ചിട്ടുണ്ട്, നമ്മളത് സ്വീകരിച്ചിട്ടില്ല. അത് എന്താണ് അവർ അതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ അതേസമയം ഇതൊരു എന്താ പറയുക, അവർ പറയുന്ന ഒരു സംഭവം, മറ്റൊരു കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതായത് ഇവരാരും പറയാത്തൊരു കാര്യം, PDP നമ്മളോടൊപ്പം ഇപ്പം പിന്തുണച്ചപ്പോൾ അവരൊരു മതേതരപരമായിട്ടുള്ള നിലപാടാണ് എടുക്കുന്നത്. അതായത് മുൻപ് അവർ കോൺഗ്രസിനെ പിന്തുണച്ചപ്പോൾ അവർ വർഗീയവാദികളായിരുന്നു, ഇപ്പോൾ അവർ അവരെന്താ ഒരു അഗ്നി അല്ല, ഇവര് പിന്തുണയ്ക്കുമ്പോൾ മാത്രം എന്താണ് എല്ലാവരും മതേതരമാണ്, അത് അവർ മതേതരമാണല്ലോ. ഇവർക്ക് മാത്രം എന്തെങ്കിലും ഇവരുടെ അടുത്ത് വരുമ്പോൾ മാത്രം എന്തെങ്കിലും വൈറ്റ് വാഷിംഗ് ആണ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നാണ് പറയുന്നത്. ഇവരുടെ അതായത് വർഗീയവാദികൾക്ക് ഇവരുടെ അടുത്ത് അടുക്കാൻ പറ്റില്ല, ഇപ്പൊ സൂര്യനോട് അടുക്കാൻ പറ്റില്ല എന്ന് പറയില്ല, അത്രയ്ക്കും അവർ പരിശുദ്ധമായിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, മദനി, എനിക്ക് ചിരി വരെയാണ് കേട്ടിട്ട് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഞാൻ പറയുന്നത്, ഞാൻ സ്വന്തമായിട്ട് പറയുന്നത്. അതെ, മദനി കുറ്റവിമുക്തനായി എന്ന് അദ്ദേഹം പറയുന്നത്. മദനി കുറ്റവിമുക്തനായി വന്ന, അതായത് അഗ്നിപരിശുദ്ധി വരുത്തി വന്ന മദനിയുടെ പാർട്ടിയാണ് ഇപ്പോൾ PDP എന്ന് പറയുന്നത്. പക്ഷെ അതിലൊരു ഫാക്ച്വൽ പ്രശ്നമുണ്ട്. 2018 ബാംഗ്ലൂർ സ്ഫോടന കേസിൽ മദനിക്ക് ഇപ്പോഴും വിചാരണ നേരിടുകയാണ്. മദനി ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ ആണ് ഒരു ജാമ്യം കിട്ടി ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ ഫാക്ച്വൽ അല്ല. പക്ഷേ ഹിന്ദു മഹാസഭയെ പറ്റി ചോദിക്കുമ്പോൾ അദ്ദേഹം അങ്ങനെ ഏതോ ഒരു പാർട്ടി പിന്തുണ നൽകിയിട്ടുണ്ടെന്ന് കേൾക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഏതോ ഒരു പാർട്ടിയല്ല, അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാവുന്ന ഒരു പാർട്ടിയാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഗാന്ധിജിയെ കൊന്ന പാർട്ടി ഹിന്ദു മഹാസഭ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന് അറിയാം
എന്നിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഈ ഗാന്ധിയെ കൊന്നത് RSSകാരാണ്. RSS എന്ന് പറയുന്നെങ്കിലും കൃത്യമായ സംഘടന അത് ഹിന്ദു ഇവിടെ പറയില്ല. അത് വോട്ട് കിട്ടാറുണ്ട്. വോട്ട് കിട്ടണമെന്ന് അത് ഇപ്പൊ പറയും. പക്ഷെ ഇപ്പൊ അദ്ദേഹം ഇലക്ഷന് ശേഷം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് അദ്ദേഹം കൃത്യമായിട്ട് ഗോഡ്സേയുടെ പാർട്ടി എന്ന് പറഞ്ഞു, അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് മുമ്പും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരോ ഒരാൾ എന്താ പറയാ ഒരു ഈ നമ്മുടെ ഹിന്ദു മഹാസഭയുടെ ഒരു ലീഡർ, അതായത് ഒരു സ്വാമി വന്നിട്ട് പറയുന്നുണ്ട് ഹിന്ദു മഹാസഭ നമ്മുടെ വിജയരാഘവനായിട്ട് മീറ്റ് ചെയ്ത് അവരെ ഫോട്ടോസ് ഒക്കെ ഇട്ടു. ഫോട്ടോസ് ഇട്ടപ്പോൾ വിജയരാഘവന്റെ കയ്യിൽ നിന്നും പോയി. വിജയരാഘവൻ അങ്ങനെ പലരും പാർട്ടി ഓഫീസിൽ വരും, നമ്മൾ അവരെ കണ്ടിട്ടില്ല, പിന്തുണ നമുക്ക് അറിഞ്ഞൂടാ എന്നൊക്കെ അവര് ഉള്ള രീതിയിൽ കയ്യിൽ പോയി. എന്തായാലും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു തിരുത്തലുകൾക്ക് വേണ്ടി ജനം നടത്തുന്നതാണ്, ഒരു മാറ്റത്തിന് വേണ്ടി നടത്തുന്നതാണ്. കമ്മ്യൂണിസ്റ്റുകാരെ അവർക്ക് വേണ്ടാത്തത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരെ അവരെ ഒഴിവാക്കിയത്. അല്ലാതെ ഒരു ഇതുപോലത്തെ തുലവും വളരെ കുറച്ചുള്ള വില കുറഞ്ഞ അല്ല, ഇങ്ങനത്തെ വർഗീയ പാർട്ടികൾക്ക് ഒരിക്കലും ഒരു കേരളത്തിന്റെ ഒരു ഇലക്ഷനെ സ്വാധീനിക്കാൻ പറ്റുന്ന അത്ര വലിപ്പത്തിലേക്ക് അവർ വന്നിട്ടില്ല. അതെ.